വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാമിന്റെ ടൈം ആയല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ എക്സാം ഒക്കെ സൂപ്പർ ആയിരുന്നു എന്നും മിസ് ആശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എനിവേ നമുക്കിതാ നമ്മുടെ ബേസിക് സയൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആക്കാം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സമതല ദർപ്പണത്തിൽ പ്രതിബിംബം കാണപ്പെടുന്നത് ഇങ്ങനെയാണല്ലോ, ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? വിശദമാക്കുക. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന പ്രതിഭാസത്തിന് നമ്മൾ എന്ത് പേരാ വിളിക്കുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് മഴ എന്ന് സമതല ദർപ്പണത്തിൽ കാണാനായിട്ട് പറ്റും. പക്ഷെ എങ്ങനെയാണ് കാണുന്നത്? ഇടം വലം തിരിഞ്ഞാണ് ഇവിടെ മഴ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിഭാസത്തിന് നമ്മളൊരു പേര് പറയുമായിരുന്നു. മക്കൾ എന്ത് ചെയ്യുക? ഉത്തരം കമന്റ് ചെയ്യുക. എങ്കിലും ഞാൻ പറഞ്ഞു തരാം എന്തായിരുന്നു. യെസ്, ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർഷിക വിപര്യം. അപ്പൊ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞിരിക്കുന്ന ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർഷിക വിപര്യം. അപ്പൊ എന്താന്ന് മനസ്സിലായോ? യെസ്, നമ്മൾ ഒരു വസ്തു ഒരു സമതല ദർപ്പണത്തിന് മുന്നിൽ വെച്ചാൽ നമുക്ക് ആ ഒരു സമതല ദർപ്പണത്തിൽ കിട്ടുന്ന അതിന്റെ ഇമേജ് അല്ലെങ്കിൽ അതിന്റെ പ്രതിബിംബം എന്ന് പറയുന്നത് ഇടം വലം തിരിഞ്ഞിട്ടായിരിക്കും. അതായത് ഇടതുഭാഗം വലതുഭാഗമായും വലതുഭാഗം ഇടതുഭാഗമായും നമുക്ക് തോന്നും. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു കണ്ണാടിന് മുന്നിൽ നിന്ന് നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് പൊക്കിയാൽ നമുക്ക് കണ്ണാടിയിൽ നമ്മുടെ ഇമേജ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് പൊക്കിയതുപോലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡാണ് പൊക്കിയതെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് പൊക്കിയതുപോലെയാണ്. അപ്പം ഇങ്ങനെ ഇടം വലം തിരിഞ്ഞ്, അതായത് ഷിഫ്റ്റ് ഓഫ് ദി ലാറ്ററൽ സൈഡ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർഷിക വിപര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് മിസ് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? താഴെ തന്നിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിക്കൂ. ചിത്രം 1-ൽ നിന്നും 2-വിലുള്ള വ്യത്യാസം എന്താണ്? ഒബ്സർവ് ദി ഇലിസ്ട്രേഷൻ ബിലോ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഗർ 1 ആൻഡ് ഫിഗർ 2? രണ്ട് ഫിഗർ ഇവിടെ കൊടുത്തിട്ടില്ലേ? എല്ലാവർക്കും കാണാനായിട്ട് പറ്റുന്നില്ലേ? ഈ ഫിഗർ 1ഉം ഫിഗർ 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആലോചിച്ച് വയ്ക്കുകയും. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരം കമൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് ഇട്ടിട്ട് ലാറ്ററൽ ഇൻവേർഷൻ, ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് ഇട്ടിട്ട് ഈ പറയുന്നതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരം യെസ്, നമ്മുടെ ഫിഗർ 1 എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള റിഫ്ലക്ഷൻ ആണ്? റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനമാണ്. അതുപോലെ തന്നെ ഫിഗർ 2 എന്ന് പറഞ്ഞാൽ ഏത് റിഫ്ലക്ഷൻ ആണ്? ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനമാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള സർഫസിലാണ് നടക്കുന്നത്? സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നത് വളരെ ക്രമമായിട്ടാണ്, റെഗുലർ ആയിട്ടാണ്. അതേസമയം ഫിഗർ 2 എന്ന് പറയുന്നതിൽ സർഫസ് തന്നെ നോക്കിയാൽ നമുക്കറിയാം റഫ് ആയിട്ടുള്ള സർഫസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ വഴിയാണ്, ഇറഗുലർ ആയിട്ടാണ് അല്ലേ? എല്ലാവരും തോന്നിയ രീതിയിലാണ് റിഫ്ലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിനെയായിരുന്നു നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഇവയ്ക്കൊക്കെ കാരണം അല്ലെങ്കിൽ ഇവയ്ക്കൊക്കെ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ സാൻഡ് പേപ്പർ നമ്മുടെ ഫിഗർ 2-ലാണ് കേട്ടോ സാൻഡ് പേപ്പർ സംഭവിക്കുന്നത്. കാരണം സാൻഡ് പേപ്പർ അതുപോലെ തന്നെ കാർഡ്ബോർഡ് ഇവിടെയൊക്കെ നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിഗർ 2-ലുള്ള ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിഗർ 1-ന് ഉദാഹരണമാണ് നമ്മൾ നല്ല ടൈല്, നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ്, മിറർ, ഇവിടെയൊക്കെ നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവരുടെ കുറച്ച് ആപ്ലിക്കേഷൻ എന്ന് പറയുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഓർണമെന്റ്സ് ഷൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇങ്ങനെ നിശ്ചലമായിട്ടുള്ള ജലോപരിതലത്തിൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം കാണുന്നത്, അതിനൊക്കെ കാരണം ഈ കൊടുത്തിരിക്കുന്ന റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനമാണ്. അതേസമയം നമ്മുടെ റൂമിൽ മൊത്തത്തിൽ ഇങ്ങനെ ലൈറ്റ് വരുന്നത് സ്കാറ്റർ ചെയ്ത് എല്ലായിടത്തും നമുക്ക് വെളിച്ചം കിട്ടുന്നത്, അതൊക്കെ നമ്മുടെ ഇറഗുലർ റിഫ്ലക്ഷന് ഉദാഹരണമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, മറന്നു പോകരുത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പതന കിരണവും പ്രതിപതന കിരണവും തിരിച്ചറിയുകയും എഴുതുകയും ചെയ്യുക. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇതാണ് നമ്മുടെ ഈ പറയുന്ന മിററായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർഫസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു O എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിനെ നമ്മളൊരു പേര് പറയുമായിരുന്നു, പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കിരണം. ആ ഒരു പോയിന്റിലേക്ക് വന്ന് പതിക്കുന്ന റേ കണ്ടോ മക്കള്? യെസ്, ഇതാ O എന്ന് പറയുന്ന റേ ആണ് വന്ന് പതിക്കുന്ന റേ. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതനരശ്മി അല്ലെങ്കിൽ പതനകിരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു പോയിന്റിൽ വന്ന് തട്ടി അത് തിരിച്ചു പോകുന്ന റേ മക്കൾ കണ്ടോ? ഏതാണ്? OB അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന കിരണം അല്ലെങ്കിൽ പ്രതിപതന രശ്മി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് പതന കിരണവും പ്രതിപതന കിരണവും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയല്ലോ. പതന കിരണം എന്ന് പറഞ്ഞാൽ ഏതാണ്? O ആണ്. അതുപോലെ പ്രതിപതന കിരണം എന്ന് പറഞ്ഞാൽ ഏതാണ്?
OB ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ലൈന് കൃത്യമായിട്ട് അതിന്റെ പേര് നിങ്ങൾ ഇവിടെ ഉത്തരവായിട്ട് എഴുതുക. ഇനി അതുപോലെ തന്നെ പ്രതിപതന കോണിന്റെ അളവ് എഴുതുക. റൈറ്റ് ദ മെഷർ ഓഫ് ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇവിടെ നമുക്കറിയാം ഈ പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതിന്റെ ആംഗിൾ എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 40 ഡിഗ്രിയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം റിഫ്ലക്ഷനിൽ 2 ലോ ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ലോ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് എത്ര ആംഗിളിലാണോ ഇൻസിഡന്റ് റേ വരുന്നത് അത്രയും ആംഗിൾ തന്നെ ആയിരിക്കും അത് റിഫ്ലക്ട് ചെയ്തു പോകുന്നത്. സോ നമുക്കറിയാം ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നതും 40 ഡിഗ്രി തന്നെയാണ്. ഓക്കെ അല്ലേ? ഇത് കൃത്യമായിട്ട് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഒരു പ്ലെയിൻ മിറർ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ ഏതെങ്കിലും 2 പ്രത്യേകത എഴുതുക. റൈറ്റ് എനി 2 peculiarities of image formed by the plane mirror. ഒന്ന് നമ്മൾ ആദ്യത്തെ ചോദ്യം പഠിച്ചായിരുന്നു, ഏതായിരുന്നു? ലാറ്ററൽ ഇൻവേർഷൻ സംഭവിക്കും അല്ലെങ്കിൽ പാർശ്വിക വിപര്യം സംഭവിക്കും. ഇനി മറ്റൊരു പോയിന്റ് നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ണാടിന്റെ മുന്നിൽ നിൽക്കുവാണെങ്കിൽ നമ്മുടെ സെയിം സൈസിൽ തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതായത് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റും സൈസ് ഓഫ് ദി ഇമേജും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ആ പറയുന്ന മിററിൽ നിന്നും എത്ര ദൂരത്താണോ നിൽക്കുന്നത് അത്രയും ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും നമുക്ക് ഇമേജും കിട്ടുന്നത്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് സെയിം അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഇമേജ്. അപ്പം 3 നമ്മളിപ്പം തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് മക്കൾ ഓർത്തു വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അടിപൊളിയായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഈ ഒരു ലൈവിൻ്റെ ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലൈവിന്റെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ പറയണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിൻ്റെ ഉത്തരം താഴെ തന്നെ കമന്റ് ആക്കി എഴുതാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്കറിയാം ആനുവൽ എക്സാമിന് വേണ്ടി നമ്മളിതാ ഒരു റിവിഷൻ ബാച്ച് നമ്മളിതാ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇമേജ് ആണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, പഠിക്കുക. ഇനി നമ്മുടെ റിവിഷൻ ബാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വേഗം തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഉഷാറാക്കുക, പൊളിയാക്കുക. ബൈ ബൈ. ടാറ്റാ.